ആലത്തൂരിന്റെ MP രമ്യ ഹരിദാസ്. ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ശ്രീമതി രമ്യ ഹരിദാസ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് രമ്യ, ആദ്യം തന്നെ വനിതാ ദിന ആശംസകൾ നേരുകയാണ്. നമുക്ക് അങ്ങനെ തുടങ്ങാം. തിരിച്ചും വനിതാ ദിന ആശംസകൾ. അതേപോലെ തന്നെ റിപ്പോർട്ടർ ഈ ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വനിതാ ദിന ആശംസകൾ ആദ്യം തന്നെ നേരുകയാണ്. അപ്പോൾ ഈ വനിതാ ദിനത്തിൽ സ്ത്രീകളോട്, കേരളത്തിലെ സ്ത്രീകളോട്, ആലത്തൂരിലെ വനിതകളോട് എന്താണ് രമ്യയ്ക്ക് പറയാനുള്ളത്? അങ്ങനെ പറഞ്ഞ് നമുക്ക് തുടങ്ങാൻ തോന്നുന്നു. കാരണം നമ്മൾ സ്ത്രീകളെ കാണുന്നത് എപ്പോഴും ഒരു വലിയ ബഹുമാനത്തോടു കൂടിയാണ്. ഹിന്ദു വിശ്വാസപ്രകാരമാണ് എങ്കിൽ നമ്മൾ വിദ്യയായിട്ട്, സമ്പത്തായിട്ട് ഒക്കെ നമ്മൾ സ്ത്രീകളെയാണ് കണ്ടുവരുന്നത്. കാരണം നമ്മൾ കുട്ടിക്കാലം മുതലേ എപ്പോഴും അമ്മയായി കണ്ടുകൊണ്ട് പഠിക്കുന്ന സമയമാണെങ്കിലും വിദ്യയായി കണ്ടുകൊണ്ടൊക്കെയാണ് നമ്മൾ സ്ത്രീകളെ നമ്മളുടെ ഒരു കുട്ടിക്കാലം മുതലേ പറഞ്ഞു വരുന്നതും അതേപോലെ തന്നെ പഴമക്കാരിൽ നിന്ന് നമുക്ക് പകർന്നു കിട്ടിയതും. എപ്പോഴും ബഹുമാനിക്കപ്പെടേണ്ടവളാണ്. അതിൽ നിന്ന് തെല്ലും വ്യത്യാസമില്ലാതെ തിരുപ്രവാചകൻ പറയുന്നതും മാതാവിൻ്റെ കാൽച്ചുവട്ടിലാണ് സ്വർഗം എന്ന് പറയുന്നതും നമ്മൾ കേട്ടുവരുന്നതും കണ്ടുവരുന്നതുമാണ് നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്നും. അതേപോലെ തന്നെ ക്രൈസ്തവ വിഭാഗക്കാരാണെങ്കിലും മാതാവിന് കൊടുക്കുന്ന ഒരു വലിയ എന്താ പറയുക, ഒരു ആദരവ്, അതൊക്കെ നമ്മൾ കണ്ടു വളരുകയും ശീലിച്ച് വളരുകയും ചെയ്തിരിക്കുന്ന ഒരാളുകളാണ്. അപ്പം നമ്മളെ സംബന്ധിച്ച് എപ്പോഴും കുട്ടിക്കാലം മുതലേ ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ എങ്ങനെയാണ് കരുത്തായിട്ട് മാറുന്നത് എന്ന് അനുഭവിച്ച് വളർന്നു വരുന്ന ഒരു സാഹചര്യമാണ്. കാരണം ഒരു സ്ത്രീയായിട്ട് ശാരീരികപരമായിട്ട് വരുന്ന മാറ്റങ്ങളും അതോടൊപ്പം തന്നെ വളർന്നു വരുന്ന സമയത്ത് നമ്മൾ ആദ്യം കാണുന്നത് അമ്മയെയാണ്. ഏറ്റവും നല്ല ബഡ്ജറ്റ് തയ്യാറാക്കുന്നത് ആരെന്ന് ചോദിച്ചാൽ ഞാൻ പറയും അത് എൻ്റെ വീട്ടിലെ അമ്മയാണെന്ന് പറയും. ഏറ്റവും നന്നായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ആരെന്ന് ചോദിച്ചാൽ ഞാൻ പറയും അത് എൻ്റെ അമ്മയാണ് എന്ന്. ഒന്നിലധികം കാര്യങ്ങൾ ഒരേ സമയം കൈകാര്യം ചെയ്യുവാൻ കഴിയുന്നത് ആരെന്ന് ചോദിച്ചാൽ ഞാൻ പറയും അത് എൻ്റെ അമ്മയാണ് എന്ന്. അങ്ങനെ ജീവിതത്തിൽ മുന്നേറുന്ന സമയത്ത് നയപരമായിരിക്കുന്ന തീരുമാനങ്ങൾ എടുക്കുന്നതിലും ഏറ്റവും വലിയ മാതൃക ആരെന്ന് ചോദിച്ചാൽ അതൊരു പൊതുപ്രവർത്തകയായി, ഒരു രാഷ്ട്രീയ പ്രവർത്തകയായി പ്രവർത്തിച്ചിട്ടുള്ള, ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും കരുത്തുറ്റയായിരിക്കുന്ന സ്ത്രീ ആരെന്ന് ചോദിച്ചാൽ എൻ്റെ അമ്മയാണ്. ഞാനെപ്പോഴും സഞ്ചരിക്കുന്ന സമയങ്ങളിലും അല്ലെങ്കിൽ നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്തും ഒക്കെ എന്നോട് എപ്പോഴും ചേർന്ന് നിൽക്കുകയും എൻ്റെ ഓരോ കാര്യങ്ങളിലും എൻ്റെ അമ്മയെപ്പോലെ തന്നെ ഇടപെടുന്ന ആളുകളെ കൂടെ ചേർന്നുകൊണ്ടാണ് ഞാനിപ്പോഴും ഒരു ജനപ്രതിനിധിയായിട്ട് പോകുന്ന ആലത്തൂരിലെയും അമ്മമാർ എൻ്റെ അമ്മയോളം അല്ലെങ്കിൽ എൻ്റെ അമ്മയേക്കാൾ ഉപരി കരുത്തയായിരിക്കുന്ന, ഏറ്റവും താഴെ തട്ട് മുതൽ അല്ലെങ്കിൽ ഏറ്റവും സാധാരണക്കാരായി പ്രവർത്തിക്കുന്ന സ്ത്രീകളോടൊപ്പമാണ്. അപ്പം നമ്മളെ ചുറ്റും നോക്കുന്ന സമയത്ത് സ്ത്രീ എന്ന് പറയുന്നത് കരുത്തുറ്റ അല്ലെങ്കിൽ ഒരു വലിയ ശക്തിയാണ്. അനുഭവങ്ങളുള്ള, കാര്യരുമ്പിൻ്റെ കരുത്തുള്ള സ്ത്രീകളുടെ ഒരു സമൂഹം നമ്മുടെ ചുറ്റുപാടുമുണ്ട്. അവരെ വളരെയധികം ബഹുമാനിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം. അതിനു വേണ്ടിയിട്ടുള്ള അവർക്ക് കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ബഹുമാനമൊക്കെ നേടിക്കൊടുക്കുക അല്ലെങ്കിൽ അതിലേക്ക് ചേർന്ന് നിൽക്കുക എന്നുള്ളതും ഒരു വലിയ കടമ തന്നെയാണ്. പാട്ടും പാടി ജയിക്കുമെന്നാണ് രമ്യയെക്കുറിച്ച് ആലത്തൂരുകാരൊക്കെ പറയുന്നത്. കഴിഞ്ഞ തവണ നമ്മളത് കാണുകയും ചെയ്തു. ഇത്തവണ മത്സരം കുറച്ചുകൂടി കടുത്തേക്കാം. മന്ത്രി തന്നെ എതിരാളിയായി വരികയാണ്. അപ്പോൾ ഒരു പാട്ട് ഈ സ്ത്രീ ശക്തിയുടെ കരുത്തിന് വേണ്ടി സമർപ്പിച്ച് നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ? ഉറപ്പായിട്ടും എനിക്ക് ഏറ്റവും ഇഷ്ടം, പാടാൻ ഇഷ്ടമുള്ളത് നാടൻ പാട്ടുകളാണ്. പക്ഷേ എൻ്റെ മുൻപിൽ വരുന്ന ആളുകൾ ചിലപ്പോൾ അവർ പറയും ഞങ്ങൾക്ക് ഇന്ന പാട്ട് വേണം കേട്ടോ എന്ന് പറയുമ്പം അവരുടെ ആഗ്രഹത്തിനും പാടാറുണ്ട്. നിങ്ങൾക്ക് ഏതെങ്കിലും പാട്ടുകൾ ഇഷ്ടമുണ്ടെങ്കിൽ പറഞ്ഞാൽ ഞാൻ അതിൽ പാടാം, ഇല്ലെങ്കിൽ ഞാൻ എനിക്കിഷ്ടമുള്ള ഒരു പാട്ടിലേക്ക് പോവാം. രമ്യയ്ക്കിഷ്ടമുള്ള പാട്ട് പാടൂ. വനിതാ ദിനത്തിൽ ഓരോരുത്തർക്കും അവനവന് ഇഷ്ടമുള്ളത് ചെയ്യാൻ പറ്റട്ടെ. താരക പെണ്ണാളേ കതിരാടും മിഴിയാളേ തമ്പുരാനെത്തിടും മുമ്പേ കരിങ്കാർ കോര പറിച്ചാട്ടെ തക തക താത്തിനന്തകത്തെയ്താരോ തകതിനന്തകത്തെയ്താരോ താത്തിനന്തക തകതിനന്തക തകതിനന്തകത്തെയ്താരോ.
അപ്പോൾ അങ്ങനെ തകദിനന്ത തെയ്താരോ എന്ന് പാടിക്കൊണ്ട് ഈ വീഥികളിലൂടെയൊക്കെ വോട്ട് തേടി പോകുന്ന നല്ല ചൂടുള്ള സമയമാണ്. ആലത്തൂരിൽ ചൂട് പിടിച്ച് വരികയാണ്. MP ആയിരുന്നപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു നിയമനിർമ്മാണത്തിനും സാക്ഷിയായി രമ്യ. അതായത് നാരി ശക്തി വന്ദൻ അധിനിയം, അതും സ്ത്രീ ശക്തിയെ പ്രണമിച്ചുകൊണ്ടുള്ള ഒരു പേര് തന്നെ ഇട്ടിരിക്കുകയാണ് ആ ബില്ലിന്, അല്ലെങ്കിൽ ആ നിയമമാക്കുമ്പോൾ. പക്ഷേ നമ്മുടെ സ്ഥാനാർത്ഥി പട്ടിക നോക്കൂ. കോൺഗ്രസിൽ സിറ്റിംഗ് MP രമ്യ ഹരിദാസിനെ മാത്രമേ നമുക്ക് കാണാൻ കഴിയുന്നുള്ളൂ. എന്തുകൊണ്ടാണ് രമ്യ അങ്ങനെ? കൂടുതൽ വനിതകളെ ഈ ഒരു നിയമം പാസാക്കിയ ഘട്ടത്തിലെങ്കിലും ഇക്കുറി ഒരാൾ കൂടി വരുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചു. ഉണ്ടാകുമോ? ഇന്ന് പട്ടിക വരികയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. കാരണം ഈ ഒരു ജനാധിപത്യ പ്രക്രിയയിൽ ഭാഗമാകുന്നതിന്, ഇതിൻ്റെ നിയമനിർമ്മാണം നടത്തുന്നതിന് ആദ്യം മുൻകൈയെടുത്ത പാർട്ടി ഏതെന്ന് ചോദിച്ചാൽ അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. അത് ബില്ലിലേക്ക് എങ്ങനെ കൊണ്ടുവന്നു, അത് അന്ന് എന്ത് സംഭവിച്ചു എന്നുള്ളതൊക്കെ ചരിത്രം അതിൻ്റെ രേഖകളായിട്ട് തന്നെ, നിയമനിർമ്മാണ സഭകളുടെ രേഖകളായിട്ട് തന്നെ കിടക്കുകയാണ്. ത്രിതല പഞ്ചായത്ത് സംവിധാനം, കാരണം പ്രത്യേകിച്ച് കേരളത്തിൽ ഞാൻ ഉൾക്കൊള്ളുന്ന ആളുകൾ ഇത്തരം നയപരമായിരിക്കുന്ന പാർലമെൻ്ററി രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുന്നതിന് തുടക്കം കുറിച്ചത് പഞ്ചായത്ത് രാജ് സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് ത്രിതല പഞ്ചായത്തിലൂടെ കടന്നു വരാനാണ്. അപ്പം അങ്ങനെയൊക്കെ അവസരം നൽകുന്ന ഒരു പാർട്ടിയും അത്തരം തീരുമാനങ്ങൾ എടുക്കുന്ന പാർട്ടിയും, പ്രത്യേകിച്ച് ദീർഘകാലം ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷയായി ശ്രീമതി സോണിയാഗാന്ധി ഇന്ത്യ രാജ്യത്ത് ഏറ്റവും സുവർണ കാലഘട്ടം, കോൺഗ്രസിൻ്റെ UPA സർക്കാർ ഇരിക്കുന്ന കാലഘട്ടങ്ങളിലും ഒക്കെ നേതൃത്വം കൊടുത്ത സോണിയാജി അല്ലെങ്കിൽ അതിന് നേതൃത്വം കൊടുത്ത പാർട്ടിയാണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി, ആദ്യത്തെ ഇന്ത്യയുടെ വനിതാ പ്രധാനമന്ത്രിയായി ശ്രീമതി ഇന്ദിരാഗാന്ധിയെ ഈ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാക്കിയ പ്രസ്ഥാനമാണ് കോൺഗ്രസ്. അങ്ങനെ വന്നു നോക്കുന്ന സമയത്ത് പ്രതിഭ പാട്ടീൽ ഉൾപ്പെടെ, മീരാകുമാർ ഉൾപ്പെടെ, അങ്ങനെ ഉത്തരവാദിത്തപ്പെട്ട എല്ലാ പ്രധാനപ്പെട്ട പോസ്റ്റിനകത്തേക്കും ആദ്യം സ്ത്രീകളെ പരിഗണിച്ചത് ആരെന്ന് ചോദിച്ചാൽ അത് കോൺഗ്രസ് ആണ്. കോൺഗ്രസിന് കൃത്യമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടും മുന്നോട്ടുള്ള യാത്രയിൽ ഞാൻ പറഞ്ഞു തീർക്കട്ടെ. ഞാൻ പറഞ്ഞു തീർക്കട്ടെ. കാരണം ഇപ്പം എന്താ പറയുക, ഇപ്പം കേരളത്തിലെ എന്നുള്ളത് മാത്രമല്ല. അപ്പം നിങ്ങൾക്കറിയാലോ, കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ ലിസ്റ്റ് കേരളത്തിൻ്റെത് മാത്രം അവർക്ക് പ്രഖ്യാപിക്കേണ്ട സാഹചര്യം ഉള്ള ഒരു പാർട്ടിയായിട്ട് മാറിയിരിക്കുകയാണ്. അപ്പോൾ അവർ ആ ലിസ്റ്റ് പ്രഖ്യാപിച്ചു. ഇന്ത്യയിൽ എന്ന് പറയുന്ന പ്രസ്ഥാനമാണ്. അപ്പോൾ ഇന്ത്യയിൽ എല്ലായിടത്തുമുള്ള ഓരോ സാഹചര്യങ്ങളെയും സോഷ്യൽ എൻജിനീയറിങ്ങും ഒക്കെ വെച്ചുകൊണ്ടാണ് പാർട്ടി അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പട്ടിക തയ്യാറാക്കുകയും അത് ചെയ്യുന്നത്. കാരണം എല്ലാ സംസ്ഥാനവും ഒരുമിച്ച്, ഇതൊരു കേരള നിയമസഭയിലേക്കല്ലല്ലോ, ഇന്ത്യയുടെ പാർലമെൻറ്റിലേക്ക് നടക്കുന്ന ഒരു ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമായിട്ട് വരുന്നത്. അപ്പോൾ അതിനകത്ത് പാർട്ടി ഉചിതമായിരിക്കുന്ന തീരുമാനമെടുക്കും. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കേരളം എന്നുള്ളതിനേക്കാൾ അപ്പുറത്ത് കേരളവും ഇന്ത്യ എന്ന് പറയുന്ന മതേതരത്വം മുറുകെ പിടിക്കുന്നതിന് കപ്പാസിറ്റിയുള്ള, കേപ്പബിളുള്ള ആളുകളെ കണ്ടെത്തി അതിന് ഉചിതമായിരിക്കുന്ന തീരുമാനത്തിലേക്ക് എത്തും. മറ്റൊന്ന്, ഇപ്പോൾ ബില്ല് എന്ന് പറഞ്ഞല്ലോ, അതിൻ്റെ രാഷ്ട്രീയപരമായിരിക്കുന്ന വശം. കാരണം ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന സമയത്ത് കേന്ദ്രം എന്തുകൊണ്ട് ആ ബില്ല് അങ്ങനെ ഒരു പാസ്സാക്കി അല്ലെങ്കിൽ അതൊരു ചർച്ചയ്ക്കിട്ട് അവിടെ വെച്ചു എന്നുള്ളത് മറ്റൊരു വിഷയം. അത് നമുക്ക് മറ്റൊരു വേദിയിൽ മറ്റൊരവസരത്തിൽ അതിൻ്റെ ചർച്ചയിലേക്ക് പോകാവുന്നതാണ്. പക്ഷേ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുക, കേരളത്തിൽ നിന്നുള്ള ഒരു വനിത എന്നുള്ള രീതിയിൽ വീണ്ടും ഈ പാർലമെൻറ്റിനകത്ത് ഈ ബില്ലുമായി ചർച്ച വന്ന സമയത്ത് പ്രിയങ്കരിയായിരിക്കുന്ന സോണിയാജി ആ ബില്ലിൽ മുൻകാലങ്ങളിലെ തീരുമാനങ്ങളും മുൻകാലങ്ങളിൽ കോൺഗ്രസ് എടുത്തിരുന്ന തീരുമാനങ്ങളും ഉചിതമായിരിക്കുന്നതിൻ്റെ കൃത്യമായിരിക്കുന്ന നിലപാടും വ്യക്തമാക്കിയതിന് ശേഷം ഈ ബില്ലുമായി ബന്ധപ്പെട്ട് രണ്ടാമത് സംസാരിക്കുവാൻ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് 2 പേർക്ക് അവസരം ലഭിച്ചപ്പോൾ അതിൽ ഒരാൾ കേരളത്തിൽ നിന്നുള്ള ഒരു വനിതാ ജനപ്രതിനിധി എന്നുള്ള രീതിയിൽ എനിക്ക് കഴിഞ്ഞു എന്നുള്ളൊരു ചാരിതാർത്ഥ്യവും ഒരു സന്തോഷവും ഞാൻ ഈ അവസരത്തിൽ പങ്കുവയ്ക്കുകയാണ്. തീർച്ചയായും. ഏതായാലും രമ്യ, നമുക്കറിയാം ഈ വനിതാ സംവരണം എന്നുള്ളത് 33% സംവരണം എന്നുള്ളത് നിയമമായി കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ അത് നടപ്പാകാൻ ഇനിയും വർഷങ്ങളുണ്ട്. 2029 ഇനി സാധ്യതയുള്ളൂ. അപ്പോൾ അത് തന്നെ ഇതൊരു ഇലക്ഷൻ സ്റ്റണ്ടാണ് എന്ന രൂപത്തിലൊക്കെ നിങ്ങളടക്കം, കോൺഗ്രസ് അടക്കം അത് പറയുന്നുണ്ട്. സത്യമാണ്, നിങ്ങളാണത് തുടങ്ങി വെച്ചത്. അത് ഏതൊക്കെ രീതിയിൽ മുന്നണിക്കകത്ത് നിന്ന് തന്നെ UPക്കകത്ത് തന്നെ എതിർപ്പ് വന്നു എന്നുള്ളതൊക്കെ നമുക്കറിയാവുന്നതാണ്. ഇത് ചരിത്രമാണ്. അതിൽ രാഷ്ട്രീയ വ്യത്യാസങ്ങളില്ല. സ്ത്രീകൾ മുന്നോട്ട് വരുന്നതിനെ തടയുന്നതിന് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒരുപോലെ ആ രൂപത്തിലുള്ളൊരു ഐക്യപ്പെടൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് മറികടക്കാനാകുമെന്ന് പ്രതീക്ഷിക്കാൻ രമ്യ. ഏതായാലും എല്ലാ ആശംസകളും. താങ്ക് യു. തിരിച്ചും കാരണം എന്താ വെച്ചാൽ ഈ പ്രോഗ്രാം നടത്തുന്ന നിങ്ങളുടെ വലിയ രാവിലെ മുതലേ നിങ്ങളുടെ ഒരു പ്രോഗ്രാം കാണുകയാണ്. പ്രത്യേകിച്ച് വനിതാ ദിനത്തിൽ വനിതാ ജേർണലിസ്റ്റുകൾ ഇത്തരമൊരു പ്രോഗ്രാമിന് നേതൃത്വം കൊടുക്കുമ്പോൾ അതിൻ്റെ കരുത്തും അതിൻ്റെ ആഴവും ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് നിങ്ങളുടെ ഈ ഒരു അഭിമുഖത്തിലേക്ക് എത്തിച്ചേർന്നത്.
ആലത്തൂരിൻ്റെ മുഴുവൻ ആളുകൾക്കും വേണ്ടി നിങ്ങൾക്ക് ഹൃദയം തുറന്ന വനിതാ ദിന ആശംസകൾ ഒരിക്കൽ കൂടി നേർന്നുകൊണ്ട് നമുക്ക് വീണ്ടും ഈ ഒരു ചൂടിനകത്ത് രാഷ്ട്രീയത്തിൻ്റെ വലിയ ഒരു ചൂടേറിയ ചർച്ചയിലും പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചൂടേറിയ യാത്രയിലും നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അവിടെയെല്ലാം വനിതാ സാന്നിധ്യങ്ങളായി നിങ്ങളോടൊപ്പം നമ്മൾ ഒരുമിച്ച് യാത്ര ചെയ്യുവാനുള്ള സാഹചര്യം ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുക. തീർച്ചയായും രമ്യ, എല്ലാ ആശംസകളും. അതെ, സീ യു സൂൺ രമ്യ ഹരിദാസ്.